നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന് അനീതിയുടെ ആയുധമായി നിങ്ങൾ ഒരുക്കരുത്. പിന്നെയോ നിങ്ങൾ മരിച്ചവരിൽ നിന്നും ജീവിച്ചവരെ പോലെ നിങ്ങളെ തന്നെ ദൈവത്തിനായി ഒരുക്കിക്കൊള്ളണം. നിങ്ങളുടെ അവയവങ്ങൾ ദൈവത്തിൻ്റെ നീതിക്ക് ആയുധവുമായി തീരണം. ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തെ ഏതുവണ്ണം ക്രമപ്പെടുത്തണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഉപദേശിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളെ പാപത്തിന് അനീതിയുടെ ആയുധമായി നിങ്ങൾ ഒരുക്കരുത്. അവയവങ്ങളെ നിയന്ത്രിക്കണം, സൂക്ഷിക്കണം. അതിൻ്റെ ചലനങ്ങളെ, അതിൻ്റെ കാഴ്ചകളെ, അതിൻ്റെ കേൾവിയെ, അതിൻ്റെ സംസാരത്തെ, നമ്മുടെ ശരീരത്തിലെ സകല അവയവങ്ങളുടെയും എല്ലാ ചലനങ്ങളെയും സൂക്ഷ്മതയോടെ നിയന്ത്രിക്കണം. അവയെ അനീതിയുടെ ആയുധമായി ഒരുക്കരുത്. പിന്നെയോ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ മരിച്ചവരിൽ